ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ സഭയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു മീറ്റിങ്ങിന് നമ്മൾ വന്നാൽ നമ്മൾ ഇരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സീറ്റ് നമ്മുടെ ആത്മീയ നിലവാരത്തെ വെളിപ്പെടുത്തും. ഞാനിനി അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഒരു സഭയുടെ സ്തോത്രകാഴ്ച സഞ്ചിയുണ്ട്, അത് പരിശോധിച്ചാൽ ആ സഭയുടെ ആത്മീയ നിലവാരം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. അതുകൊണ്ട് ഏതൊരു മീറ്റിങ്ങിനും നമ്മളെ സംബന്ധിക്കുമ്പോൾ കഴിവതും മുമ്പിലുള്ള സീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അതിനെക്കുറിച്ച്, നമ്മുടെ വിഷയം സഭയാണല്ലോ, സഭയിൽ നമ്മുടെ പങ്കാളിത്തം, അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ തിരിയാം. കഴിഞ്ഞ ദിവസം വരാത്തവർക്ക് വേണ്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ പ്രധാനമായിട്ട് ഇന്നലെ ചിന്തിച്ച ചില കാര്യങ്ങൾ, സഭയുടെ പ്രാധാന്യം. ഞാൻ വളരെ സന്തോഷിച്ചു. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോഴും നേരം വെളുത്ത് ഉണർന്നപ്പോഴും പിന്നെ ഇന്ന് മീറ്റിങ്ങിന് ഇങ്ങോട്ട് വന്നപ്പോഴും വന്ന് കയറുമ്പോഴും ഒക്കെ ഇന്നലത്തെ സന്ദേശത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടൽ പലരിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. ഒരു മീറ്റിംഗ് കൊണ്ട് സാധിക്കേണ്ട, ഒരു ആത്മീയ സമ്മേളനം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സകല മഹത്വവും ദൈവത്തിനാണ്. നമ്മുടെ സ്ഥലം സഭകളെക്കുറിച്ചൊരു വലിയ ഭാരം നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വളരെ മാറിയിരിക്കുകയാണ് ആത്മീയ അന്തരീക്ഷമൊക്കെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥന ദൈവമക്കൾക്കൊക്കെ സഭയെ സംബന്ധിച്ച് ഭാരത്തോടെയുള്ളൊരു പ്രാർത്ഥന അനിവാര്യമാണ്. ഇന്നലെ സഭയുടെ പ്രാധാന്യമാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. വരുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക തൃത്വവും ദൈവസഭയും, അത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഞാനതിങ്ങനെ ഒന്ന് പഠന സൗകര്യത്തിനായിട്ട് ഇങ്ങനെ ഒന്ന് പറയാം. നോട്ട് എഴുതുന്നവരൊക്കെ അത് എഴുതിയെടുക്കാനും സൗകര്യമായിരിക്കും. നിത്യത്വം സംബന്ധിച്ച് ദൈവസഭ പിതാവായ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആരംഭവുമില്ല, അവസാനമില്ല. അപ്പോൾ സഭയുടെ നിത്യത്വം, ഇറ്റേണൽ ക്യാരക്ടർ, നിത്യ സ്വഭാവം. രണ്ടാമത്, ത്രിത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തു. ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് സഭ നമ്മൾ കണ്ടു. ക്രിസ്തുവിൻ്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അഥവാ അതിൻ്റെ ആശയങ്ങൾ ഞാൻ വ്യക്തമാക്കി. ക്രിസ്തു എന്താണോ അതിൻ്റെ മേലാണ് ദൈവസഭ. അത് ഞാൻ 3 വിധത്തിലൊന്ന് വിഭജിച്ച് പറയാം. ഒന്ന്, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മുകളിലാണ് ദൈവസഭ നിൽക്കുന്നത്. 2, ദ വർക്ക്സ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, പ്രത്യേകിച്ചും രക്ഷണ്യ പ്രവൃത്തി.
മൂന്നാമത് ദ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്റ്റോളജി അഥവാ ക്രിസ്തു ശാസ്ത്രം പഠിക്കുമ്പോൾ ഈ 3 വിഷയങ്ങൾ ചേർത്താണ് നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആളത്വം ഞാൻ വിശദീകരിക്കുന്നില്ല. 2, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. 3, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് സഭ. അപ്പോൾ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫൗണ്ടേഷനലി ദ ചർച്ച് ഈസ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. അടിസ്ഥാനപരമായി സഭ ക്രിസ്തുവിൻ്റെ മേലാണ്, ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മേൽ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെ മേൽ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ മേലാണ് സഭ. ഈ 3 കാര്യങ്ങളും വിട്ടുകളയാൻ പാടില്ലാത്തതാണ്. മൂന്നാമത്, തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വം പരിശുദ്ധാത്മാവാണ്. ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായിട്ട് സഭ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്, പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവത്തിൻ്റെ സഭ. ഈ സഭ ഭൂമിയിൽ വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. ദൈവത്തിൽ മറഞ്ഞു കിടന്ന സഭ ഭൂമിയിൽ വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അതെന്നാ? അത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലാണ് സഭ ഭൂമിയിൽ വെളിപ്പെട്ടത്. അതിനു മുമ്പേ സഭ ഉണ്ട്, പക്ഷേ അത് വെളിപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സഭയുടെ പ്രാധാന്യം സംബന്ധിച്ച് ചിന്തിക്കുകയുണ്ടായത്. ഒടുവിൽ നമ്മൾ കണ്ടത് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു എടുത്തിയാട്ടം നടത്തിയാണ് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയത്. ഈ സഭയുടെ അംഗങ്ങൾ ആരാണ്? അതാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. ഇന്നലെ ആ ഒടുവിൽ പറഞ്ഞതിൽ നിന്ന് ഇന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ഇരുന്നാൽ മതിയാകും. വീണ്ടും ജനിച്ചവരുടെ സമൂഹമാണ് ദൈവത്തിൻ്റെ സഭ. സാധാരണ നമ്മൾ പറയാറുള്ളത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യമാണ് സാധാരണ പറയുന്നത്. എന്താ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി, ബാക്കി അറിയാവുന്നവരെ എൻ്റെ കൂടെ അങ്ങ് പറയുകയാണെങ്കിൽ എനിക്കൊരു സഹായമായിരിക്കും. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടുവരും. അപ്പം സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അത് ഞാൻ വേറൊരു രീതിയിലാണ് ഇന്നലെ പറഞ്ഞത്. എന്താ? സഭ വീണ്ടും ജനിച്ചവരുടെ സമൂഹമാണ്. ഈ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം എന്നുള്ളതിനോട് ചേർത്ത് ഒരു ചോദ്യം എല്ലാവരും ഉത്തരം പറയണം. ഉറക്കെ പറയാൻ പറ്റുന്നവർ പറയുക, പതിയെ പറയാൻ പറ്റുന്നവർ പതിയെ പറഞ്ഞാൽ മതി. ഈ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം എന്ന് പറയുമ്പോൾ സാർവത്രിക സഭയിൽ രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? സാർവത്രിക സഭയിൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ വ്യക്തി പോലും ഇല്ല. കാര്യം അവിടോട്ട് ആളിനെ ചേർക്കുന്നത് കർത്താവാണ്. അതേസമയം ലോക്കൽ സഭയിലോ പ്രാദേശിക സഭയിലോ പ്രാദേശിക സഭകളിൽ രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടാവാം, അഥവാ വീണ്ടും ജനിക്കാത്തവരും ഉണ്ടാവാം. എനിക്കതൊക്കെ വിശദമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. ഇന്നുകൊണ്ട് ഈ മീറ്റിംഗ് കഴിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത, വീണ്ടും ജനനം എന്തിനാണെന്നുള്ളതിന് 3 ഉത്തരം നമ്മൾ കണ്ടു അല്ലേ? ഇന്നലെ വന്നവരൊക്കെ അത് ഗ്രഹിച്ചോന്നൊന്നറിയാൻ എൻ്റെ കൂടെ ഒന്ന് പറയാമോ?
എന്താ വീണ്ടും ജനിക്കുന്നത് എന്തിനാണ്? ഒന്ന്, ദൈവരാജ്യത്തിൻ്റെ അംഗമാകാൻ, ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടിയാണ്. രണ്ട്, ഒരു പുതിയ പ്രകൃതി ലഭ്യമാകുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കണ്ടു. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി. വീണ്ടും ജനിച്ചവനാരാണ്? പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവസഭാംഗങ്ങളിൽ നമ്മൾ കാണുന്ന 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. 2ാമത്തെ ഉത്തരം എന്താ? പുതിയ സൃഷ്ടികളുടെ സമൂഹമാണ് ദൈവത്തിൻ്റെ സഭ. മൂന്നാമത് നമ്മൾ കണ്ടത്, അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്, എന്താ? സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ കുടുംബമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, എന്താ? നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. അപ്പോൾ ഒരു ഭവനത്തിൻ്റെ അംഗങ്ങളാണ്, അഥവാ ഒരു ഭവനത്തിൻ്റെ അംഗങ്ങളായി തീരാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനനം വഴി നമ്മളൊരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീർന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ദൈവമക്കളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. മറന്നു പോകരുത് കേട്ടോ, ഒരിക്കലും മറക്കരുത്. പക്ഷെ ഇന്ന് ഇതിനൊക്കെ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഞാൻ പറഞ്ഞു, ഇനിയാണ് നമ്മൾ ഇന്നലെ പറയാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ഭവനത്തിൽ 3 വിഭാഗം ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആരൊക്കെയാണ്? ഒന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം, 1 ജോൺ ചാപ്റ്റർ 2 2-ാം അധ്യായത്തിൽ 12, 13, 14 വാക്യങ്ങൾ, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് എടുത്തു വെച്ചോ എല്ലാവരും. അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വായിക്കാം. ഇന്നലെ ഞാനധികം വിശദീകരിച്ചില്ലാതെ ഇന്ന് സാധിക്കുന്നത്ര സംക്ഷിപ്തമായിട്ടതൊന്ന് വിശദീകരിച്ചു പോകാം. ആദ്യത്തെ വിഭാഗം 12-ാം വാക്യത്തിലാണ് അല്ലേ? ആരാ? കുഞ്ഞുങ്ങൾ. അത് ഇംഗ്ലീഷിലാണ് കുറേ കൂടെ വ്യക്തം. കുഞ്ഞുങ്ങൾ എന്നുള്ളത് മലയാളത്തിൽ പറയുന്നതിനേക്കാൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട്. എങ്ങനെ? ലിറ്റിൽ ചിൽഡ്രൻ. അപ്പോൾ ഒരു സ്ഥലം സഭയിൽ ലിറ്റിൽ ചിൽഡ്രൻ ഉണ്ട്, അഥവാ അടുത്ത കാലത്ത് വീണ്ടും ജനനത്തിലേക്ക് വന്നു. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ. ഈ ഇത് സംബന്ധിച്ച് നമ്മൾ ഗൗരവമായിട്ട് പുറകിലിരിക്കുന്നവർ ദയവ് ചെയ്ത് പരസ്പരം സംസാരിക്കാതെ വചനത്തിലൊക്കെ ശ്രദ്ധിച്ച് എന്നെ കൂടെ നോക്കിയൊക്കെ ഇരിക്കണം. ലിറ്റിൽ ചിൽഡ്രൻ എന്ന് വെച്ചാൽ അവരുടെ യോഗ്യത ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് 12-ാം വാക്യം നോക്കട്ടെ. നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ. ആരാ ലിറ്റിൽ ചിൽഡ്രൻ? അവരുടെ യോഗ്യത ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? അവർക്ക് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർക്ക് ഒരു യോഗ്യതയുണ്ട്. എന്താ? അവൻ്റെ നാമത്തിൽ എന്ത് കിട്ടി? പാപം മോചിച്ച് കിട്ടി. സ്തോത്രം. ഇതാണ് ലിറ്റിൽ ചിൽഡ്രൻ. അത് 14-ാം വാക്യത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിത് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ യോഹന്നാൻ അത് വ്യക്തമാക്കുന്നുണ്ട്. 2 പ്രാവശ്യം യോഹന്നാൻ ഈ കാര്യം പറയുന്നുണ്ട്. പാപം മോചിച്ച് കിട്ടി. പിന്നെ ഒരു യോഗ്യത അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇവർക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. 2 കാര്യങ്ങൾ അറിയാം ഈ ലിറ്റിൽ ചിൽഡ്രൻ. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്ക് 2 കാര്യം അറിയാം. ഒന്ന്, എനിക്കൊരു അപ്പനുണ്ട്.
പിതാവിനെ അറിയും. അതാണ് എൻ്റെ ശരിക്കുള്ള അർത്ഥം. ഞാൻ അനാഥനല്ല, എന്നെ ജനിപ്പിച്ച ഒരു അപ്പനുണ്ട്. നമ്മൾ ഓർക്കണേ, ഈ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വചനം, യോഹന്നാൻ അപ്പോസ്തലൻ ആണ് ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പത്രോസും പറഞ്ഞിട്ടുണ്ട്, യാക്കോബും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം എല്ലാവർക്കും അറിയാം. എല്ലാവരും ഉത്സാഹമായിട്ട് സഹകരിച്ചാട്ട് നോക്കാതെ പറയാമോ, എടുക്കാതെ പറയാമോ? യോഹന്നാൻ 1:12 തീർച്ചയായിട്ടും പറയും, എനിക്കറിയാം. പലരുടെയും ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ ഇത് എഴുതിയിട്ടിട്ടുമുണ്ട്. കാര്യം എന്താ? ഇത് ക്യാമ്പിനോ സൺഡേ സ്കൂളിനോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ആരെങ്കിലും ഈ വാക്യം പറഞ്ഞാണ് നമ്മുടെ ഇടയിൽ അനേക ആളുകൾ വീണ്ടും ജനിച്ചിട്ടുള്ളത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാക്യം എല്ലാവർക്കും അറിയാം. പുസ്തകം തുറന്നു വെച്ചോ, നോക്കരുത്. 13-ാം വാക്യം ഒന്ന് കാണാതെ പറയാമോ? പന്ത്രണ്ടാം വാക്യം എല്ലാവർക്കും അറിയാം. ദൈവമക്കളായി, ഇതാണ് ലിറ്റിൽ ചിൽഡ്രൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ആരായി? ദൈവ കുഞ്ഞുങ്ങളായി. അപ്പനാരാ? ദൈവം. ഇവരാരാ? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ. എന്നാൽ 13-ാം വാക്യത്തിലാണ് എങ്ങനെയാണ് ഇവർ ജനിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഒന്ന് വായിച്ചു തന്നാട്ടെ. 13-ാം വാക്യം. അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. ഏതൊരു ഭൗതിക ജനനത്തിൻ്റെ പിമ്പിലും ഈ 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? 1 രക്തമുണ്ട്, 2 ജഡമുണ്ട്, 3 പുരുഷന്റെ ഇഷ്ടമുണ്ട്. എന്നാൽ വീണ്ടും ജനനത്തിൻ്റെ പിമ്പിൽ ഇത് 3 ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഞാൻ നേരിട്ടങ്ങ് ചോദിക്കുകയാണ്, കുഞ്ഞേ, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ? ലളിതമായിട്ട് ഞാനൊന്ന് പറയാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഞാൻ ചിലതൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു വിഷയമാണ് ദ എവിഡൻസസ് ഓഫ് ദ ന്യൂ ബർത്ത്. പുതുജനനത്തിൻ്റെ അടയാളങ്ങൾ. ഞാൻ ഇന്ന് ഒരു കാര്യം മാത്രം പറയാം. എൻ്റെ ആ വിഷയത്തിൻ്റെ മറ്റെല്ലാ ആശയങ്ങളും മാറ്റി വെച്ചിട്ട് ഒരൊറ്റ വിഷയം മാത്രം പറയാം. അപ്പം നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എൻ്റെ ഈ പുറമേ ഉള്ള രൂപം ആരുടെയാണ്? നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരം ഞാൻ പറയാം, എൻ്റെ അപ്പൻ്റെയാണെന്നല്ലേ? ശരിയാണ്. എൻ്റെ അപ്പനെ കണ്ടിട്ടുള്ളവരെല്ലാം പറയാറുണ്ട് അതുപോലെ ഇരിക്കുന്നതെന്ന് പറയും. നിറത്തിന് മാത്രമേ ഉള്ളൂ അല്പം വ്യത്യാസം. എന്നൊക്കെ വെളുത്തതാണ് പുള്ളി. എന്നാൽ സത്യം അതല്ല. ഈ പുറത്തെ മനുഷ്യൻ്റെ രൂപം ഏതാണെന്നറിയാമോ? ആദാമിൻ്റെ രൂപമാണ്. അവിടുന്ന് നമ്മുടെ ജനനം ആദാമി സ്വരൂപമാണ്. എന്നാൽ വീണ്ടും ജനിച്ചപ്പോൾ ആ ജനം ഏതാണെന്ന് പറഞ്ഞത്? യോഹന്നാൻ 1:13 കണ്ടത് ദൈവത്തിൽ നിന്ന്, ആദാമിൽ നിന്ന് ജനിച്ചതാണ് ഈ പുറമേ ഉള്ള മനുഷ്യൻ. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ് ഇത് ഈ അകമേയുള്ള മനുഷ്യൻ. ഇനി നമുക്ക് ഈ അകമേയുള്ള മനുഷ്യൻ്റെ രൂപം ആരുടെയാ? ഫേസ്ബുക്ക് ലേഖനം
4-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. ഞാൻ അവിടുത്തെ പ്രസക്ത ഭാഗം മാത്രം പറഞ്ഞു പോവാം. ഞാൻ ഒത്തിരി നിർത്തിയാണ് പറയുന്നത്. പ്രസക്തമായ ഭാഗം മാത്രം പറയാം. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ഈ അകത്ത് ജനിച്ച മനുഷ്യന്റെ രൂപമേതാ? ഞാൻ ഉദ്ധരിച്ചു, ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ഈ അകത്ത മനുഷ്യന് ആളുടെ രൂപമാണ്, ദൈവത്തിൻ്റെ രൂപമാണ്. ശ്രദ്ധിക്കണ പ്രിയപ്പെട്ടവരെ. ഇനി മറ്റൊരു കാര്യം, ഈ പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, പുറത്തെ മനുഷ്യൻ എന്ന് ഞാൻ പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ്റെ സ്വഭാവം ആരുടെയായിരുന്നു? ആദാമിൻ്റെ സ്വഭാവം. വീണ്ടും ജനിച്ചപ്പോൾ കിട്ടിയ സ്വഭാവം ആരുടെയാ? ഉണ്ടെന്നല്ലോ, ദൈവത്തിൻ്റെ. സഹോദര സഹോദരി, കുഞ്ഞെ, വേറെ വലിയ ഗവേഷണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിന്റെ സ്വഭാവമാണ് നീ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ എന്ന് വെളിപ്പെടുത്തുന്നതാണ്. കേട്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ബൈബിൾ എടുത്ത് വാളായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്താ? ആത്മാവിൻ്റെ വാളാണ്. ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ബൈബിൾ എടുത്തൊരു വാളായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ ആ വാളായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നീ ഇതിനെ ഒരു മിററായിട്ട് ഉപയോഗിക്കണം, ഒരു കണ്ണാടിയായിട്ട് ഉപയോഗിക്കണം. എന്താ? നമ്മളെ തന്നെ കാണാനുള്ള ഒരു കണ്ണാടി. ഞാൻ പറയട്ടെ, ആദ്യം നാം പരിശോധിക്കേണ്ടത് ഞാൻ വീണ്ടും ജനിച്ചതാണോ എന്നാ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും ഒന്ന് സഹകരിച്ചേ. വീണ്ടും ജനിച്ചതല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നേ? സ്വർഗത്തിൽ കാണുകയില്ല. ബ്രദറൻ ഭവനത്തിൽ ജനിച്ചതായിരിക്കും, സുവിശേഷം ഒത്തിരി കേട്ടതായിരിക്കും, രാവിലെയും വൈകിട്ടും ബൈബിളൊക്കെ വായിച്ച് കുടുംബ പ്രാർത്ഥനയിലൊക്കെ സംബന്ധിച്ചതായിരിക്കും, രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കൈപൊക്കി കാണും, പിന്നെ വെള്ളത്തിൽ പോയി മുങ്ങിക്കാണും, എല്ലാ ഞായറാഴ്ചയും തിരുവത്താഴത്തിൽ പങ്കുകൊണ്ട് കാണും. എന്നാൽ നീ സ്വർഗത്തിൽ കാണണമെങ്കിൽ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊന്ന് പരിശോധിക്കണം. ഞാൻ വീണ്ടും ജനിച്ചതാണ്. വീണ്ടും ജനനത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ട്രാക്റ്റ് കൊടുക്കുന്നതോ, പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നതോ, ബൈബിൾ ക്ലാസ് എടുക്കുന്നതോ, സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുന്നതോ, ആരാധനായോഗത്തിൽ ചിന്തകൾ പറയുന്നതോ, വലിയ ആക്റ്റീവായി സഭയിൽ പങ്കുകൊള്ളുന്നതോ അല്ല. വീണ്ടും ജനനം സംഭവിക്കാത്തവർക്കും ഇതൊക്കെ ചെയ്യാം. ദൈവസന്നിധിയിൽ നിന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ദിവസമാണിത്. ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ആ വീണ്ടും ജനിച്ചവരുടെ ബോധ്യങ്ങളിൽ 2 എണ്ണമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന് യോഹന്നാൻ 2:12 വാക്യം എന്താ? അവൻ്റെ നാമത്തിൽ എന്ത് ലഭിച്ചു? പാപമോചനം ലഭിച്ചു. 2, അവർ പിതാവിനെ അറിയുന്നുണ്ട്. ഇനിയും രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ കണ്ടു. എന്താ? അവര് യങ് മെന്നാണ്, അഥവാ ബാല്യക്കാരാണ്. 13 വാക്യം.
ഒന്ന് ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ രണ്ട് അതിന്റെ മധ്യഭാഗത്താണ്. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ ഈ ബാല്യക്കാര് ദുഷ്ടനെ ജയിച്ചവരാ. ഇനി നോക്കുക, 14-ാം വാക്യത്തിലേക്ക് വരാം. ഈ ബാല്യക്കാരുടെ യോഗ്യതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാലും നിങ്ങൾ 3 യോഗ്യതകളെ പേനായുള്ളവരൊന്ന് കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ മാർക്ക് ചെയ്തോ. ബാല്യക്കാരുടെ 3 ലക്ഷണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? നിങ്ങൾ ഒന്ന്, അവർ ശക്തരാണ്. ദൈവവചനം നിങ്ങൾ രണ്ട്, ദൈവവചനം അവരുടെ ഉള്ളിൽ വസിക്കുന്നു. 3, ദുഷ്ടനെ ജയിച്ചിരിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്, ദയവായിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ആരാ ശൈശവത്വത്തിൽ നിന്ന് എവിടേക്ക് വന്ന് യുവത്വത്തിലേക്ക് വന്നു? ഈ ശൈശവത്വത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് വന്നവർക്ക് 3 ലക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, അവർ ശക്തരാണ്. 2, ദൈവവചനം അവരുടെ ഉള്ളിൽ. കുഞ്ഞെ, നീ നിന്നെ തന്നെ ശോധന ചെയ്യണേ കേട്ടോ. കുഞ്ഞുങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും പറയുക. രണ്ടാമത്തെ അവരുടെ യോഗ്യത ലക്ഷണം എന്താ? ദൈവവചനം അവരുടെ ഉള്ളിൽ വസിക്കുക. 3-ാമത് എന്താ? ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ഞാനിത് 3ഉം കൂടെ ചേർത്തൊന്ന് പറയാം. ശൈശവത്വത്തിൽ നിന്ന് യുവത്വത്തിലേക്കുള്ള വളർച്ച, അതിൻ്റെ അടയാളം 3 അടയാളങ്ങളാണ്. ഒന്ന്, അവർ ശക്തരാണ്. ഇനി നമുക്ക് നോക്കാം, ഇവർ ശക്തരാകാനുള്ള കാരണം എന്താ? അതാ 2ാമത് പറഞ്ഞിരിക്കുന്നത്. ഇവർ ശക്തരാകാനുള്ള കാരണം എന്താ? ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ. കുഞ്ഞെ, സഹോദരി, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ഉള്ളിലില്ലെങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ശക്തരാകയില്ല. ദൈവത്തിൻ്റെ വചനമാണ് ഒരാത്മീക ശിശുവിനെ യുവത്വത്തിലേക്ക് അഥവാ ശക്തിയുള്ളവരാക്കി തീർക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ, സഹോദരി, ഞാൻ ഈ വിളിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മുമ്പിലിരിക്കുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും അലക്ഷ്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാം. അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പേര് കുഞ്ഞെ സഹോദര എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ കാര്യം അതാ. ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ, ദൈവവചനത്തോടുള്ള നിന്റെ താല്പര്യം എന്താ? വചനത്തോട് താല്പര്യമുണ്ടോ? 24 മണിക്കൂർ ഉറങ്ങാതിരുന്ന് ഒരു കൊച്ചി യന്ത്രം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, പക്ഷെ വേറെ പുസ്തകം തുറക്കുന്നില്ല. നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ വീണ്ടും ജനിച്ചതാണോ? ഇന്ന് രാത്രി വ്യക്തമായിട്ട് ഉത്തരം പറയണം. വീണ്ടും ജനിച്ചവൻ ആത്മീയ ശിശുവാണ്. ജനിക്കുമ്പോൾ ആ ശിശുവിൻ്റെ അടുത്ത ജോലി അല്ലെങ്കിൽ അടുത്ത ലക്ഷണം എന്താ? ശക്തരാകണം. അതിനെന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വസിക്കണം. അതിനെന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ സംഗ്രഹിക്കുകയാണ്. ഞാനത് വ്യക്തമാക്കാം. ഇപ്പോൾ ജനിച്ച ശിശുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ശിശു വളരണം. എങ്ങോട്ട് വളരണം? യുവത്വത്തിലേക്ക് വളരണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അറിയാം, നമ്മൾക്കൊക്കെ മക്കളുള്ളവരാണ്. ഞാനൊക്കെ ആണെങ്കിൽ മക്കൾ മാത്രമല്ല, എനിക്കിപ്പം നിലവിൽ 6 കൊച്ചുമക്കളുണ്ട്. ഇപ്പം ഇനി ജൂലൈയിൽ 7ാമത് ഒരാളെ കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ മക്കളുമുണ്ട്, കൊച്ചുമക്കളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞുങ്ങൾ വളരുന്നില്ലെങ്കിൽ ഒരപ്പൻ്റെ അമ്മയുടെയും ഹൃദയത്തിലുണ്ടാകുന്ന വേദന എത്ര വലുതാ? കുഞ്ഞ്, സഹോദരന്മാരെ,
വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ ആത്മീകമായി വളരുന്നില്ലെങ്കിൽ അതിലേറ്റവും അധികം സങ്കടപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇതിന് വേറെ ഒരു കുറുക്കു വഴിയില്ല. ഞാൻ ഇന്ന് പകൽ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകൾ, ശിശു, അതെ, ആത്മീക ശിശു, കൊച്ചു കുഞ്ഞ് അല്ലെങ്കിൽ ലിറ്റിൽ ചിൽഡ്രൻ എങ്ങോട്ട് വളരണം? യുവത്വത്തിലേക്ക് വളരണം. ഇതിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, പുരുഷത്വം. യുവത്വം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു വാക്കാണ് എന്ത്? പുരുഷത്വം എന്നുള്ളത്. ഈ വേദപുസ്തകത്തിൽ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ശിശു പുരുഷനാകുക. ഞാൻ 2-3 വേദഭാഗങ്ങളൊന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ ശിശുവിനെ പുരുഷത്വത്തിലേക്ക് നയിക്കുന്ന പ്രധാനമായ ഘടകം ദൈവത്തിൻ്റെ വചനമാണ്. കേൾക്കണേ, സ്ഥലം സഭയിലെ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ മുതൽ ശുശ്രൂഷാ രംഗത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ വരെ ചിന്തിക്കാൻ ആവശ്യമുള്ള 3 കാര്യങ്ങളാണ്, 3 വേദഭാഗങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പത്രോസ് എഴുതിയ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ കണ്ടു എന്താ? ഇപ്പോൾ ജനിച്ച ശിശു. ഇതാണ് ലിറ്റിൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞു. ഈ ഇപ്പോൾ ജനിച്ച ശിശു എങ്ങോട്ട് വളരണം? പുരുഷത്വത്തിലേക്ക് വളരണം, യുവത്വത്തിലേക്ക്. ഏത് യുവത്വം? ആത്മീക യുവത്വത്തിലേക്ക്, പുരുഷത്വത്തിലേക്ക് വളരണം. അതിന് ദൈവവചനമാണ് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്. ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അഥവാ ശിശുവായിരിക്കുന്ന സമയത്ത് ദൈവവചനം എങ്ങനെയാണ് ആഹരിക്കേണ്ടത്? മായമില്ലാത്ത പാലാണ്. രക്ഷിക്കപ്പെട്ട ആദ്യകാലങ്ങളിൽ, വീണ്ടും ജനിച്ച ആദ്യ കാലങ്ങളിൽ, ഞാൻ എൻ്റെ രക്ഷിക്കപ്പെട്ട കാലത്തിലേക്ക് മടങ്ങിപ്പോയി ഇതൊക്കെ ചിന്തിക്കാനിടയായി ഇന്ന് പകലും. ആ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടാൽ മതി വരത്തില്ല. വചനം വായിച്ചാൽ തൃപ്തിയാവുകയല്ല. പിന്നെയും ഒന്ന് വായിക്കണം, പിന്നെ പഠിക്കണം. എവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ടോ അവിടെ എല്ലാം പോയി ദൈവവചനം കേൾക്കണം. ഏതൊക്കെ പുസ്തകം കിട്ടുമോ അതെല്ലാം വായിക്കണം. പലരും വിചാരിച്ചിരിക്കുന്നത് ഉപദേശിമാർക്കുള്ളതാണ് ഈ പഠനമൊക്കെ, സുവിശേഷന്മാർക്കുള്ളതാണ്. അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാനൊരു കൗമാരപ്രായത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് സുവിശേഷകനാകുമെന്നോ സുവിശേഷകനാകാൻ വേണ്ടിയുള്ള ആഗ്രഹമോ പോലും മനസ്സിൽ ഇല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് വചനം വേണം, വചനത്തോടുള്ള അത്യാർത്തി. ഇവിടെ പത്രോസ് പറഞ്ഞ ആ വാചകം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ കൊരിന്ത്യലേഖനത്തിലേക്ക് വരാം. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ, ഏതാ വാക്ക്? ആ അടുത്ത വാക്കെന്താ? വാഞ്ചിക്കുവീൻ. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിക്കുക. വചനത്തോടുള്ള വാഞ്ച. എൻ്റെ പിതാവ് നല്ല ഒരു വേദാധ്യാപകനായിരുന്നു. എനിക്കൊരു ഗുണം കൂടിയത് അതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം എനിക്ക് ഗുണകരമായി തീർന്നത് എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. നന്നായിട്ട് വചനം പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ആ ദൃഷ്ടാന്തം ഇതാണ്, ഞാൻ ചിലർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പശു പ്രസവിച്ചാൽ, എൻ്റെ അമ്മ ഒരു കന്നുകാലി കൃഷിക്കാരിയൊക്കെയായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഈ പശു പ്രസവിക്കുമ്പോൾ അതിൻ്റെ ശുശ്രൂഷ പരിചരണം എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രസവം കഴിഞ്ഞാൽ ഉടനെ ഈ തള്ളപ്പശു എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനെ നക്കി, പ്രായമുള്ളവരുടെ ഭാഷയിൽ ഞാൻ പറയാം, നക്കി തോർത്തുക എന്ന് പറയും.
എന്തിനാ ഈ നക്കി തുറത്തുന്നേ? അറിയാവുന്നവരെന്ന് പറയാമോ? ഇതൊരു മസാജിങ്ങാണ്. ഈ കുഞ്ഞിന് എഴുന്നേറ്റ് നിൽക്കാൻ ബലമുണ്ടോ? ഈ ജനിച്ച പശുക്കിടാവാകട്ടെ കാളക്കിടാവട്ടെ, അതിന് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ല. അതിന് ഈ അമ്മ ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് കൈയും കാലും കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ? നാക്കുകൊണ്ട് മസാജ് ചെയ്ത് ഒരല്പസമയം കഴിയുമ്പോൾ ഈ കിടാവ് 4 കാല് എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 കാലും 4 ദിക്കില്ല. ഇതിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, തലയും കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ നേരിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്തുവാ? എന്തിനാ? കണ്ടോ? പാല് കുടിക്കാനാ. അത് പോയതൊരു ഉപകാരം. എനിക്ക് ചെറു വെള്ളം കുടിക്കാൻ പറ്റി. ഇനി ഞാൻ പറയുന്ന വാചകമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ കിടാവ് ജനിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ഉത്തരം മനസ്സിൽ പറഞ്ഞാൽ പോരെ, ഒന്ന് പറഞ്ഞു തന്നേ. ഈ കിടാവ് ജനിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്താ? പാലിന് വേണ്ടിയുള്ള വാഞ്ചയാണ്. കുഞ്ഞേ, വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിൽ കാണണോ? അതിന് വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ആദ്യത്തെ അടയാളം, ജനിച്ചു കഴിഞ്ഞാലുള്ള ആദ്യത്തെ അടയാളം എന്താ? വചനത്തിന് വേണ്ടിയുള്ള ദാഹം, വാഞ്ചയാണ്. ഇന്ന് രാത്രി ഞാൻ വളരെ ഗൗരവമായിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പാല് കുടിക്കണം. കാര്യം ശിശുവാണ്. ശിശുവിന് കട്ടിയുള്ള ആഹാരം പറ്റുകയില്ല. ഈ ശിശുവിനെ പുരുഷനാക്കണമെങ്കിൽ നമുക്കൊരു ഭാഗം നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം. അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. ദൈവാത്മാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഉണർത്തിക്കൊണ്ടുവരുമ്പോൾ പറയണമല്ലോ. ഈ ശൈശവത്വത്തിൽ തുടരരുത്. ഞാൻ ഒരു വട്ടം കൂടെ പറയാം. നിർത്തി പറയുന്നത് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ജനിച്ച് ഒരു ദൈവവചനം ഒരിക്കലും ശൈശവത്വത്തിൽ ദീർഘകാലം തുടരരുത്. അങ്ങനെ തുടർന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ, ആ 4 വാക്യം നമുക്കൊന്ന് ഓടിച്ചു വായിച്ചു പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്ര സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവിടെ ഒന്ന് നിർത്തിയിരിക്കും. നമുക്ക് അടുത്ത വാക്യം നോക്കാം. കണ്ടോ? സഹോദരന്മാരെ, കൊരിന്ത്യർ സഭയിലെ വിശ്വാസികളെ പൗലോസ് വിളിക്കുകയാണ് സഹോദരന്മാരെ. അപ്പോൾ ഇവര് ആരാ? സഹോദരന്മാരാണ്. പ്രാകൃതന്മാരല്ല, പിന്നെ സഹോദരന്മാർ തന്നെ. സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെ അല്ല, പിന്നെ ജഡീകന്മാരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇനി ജഡീകന്മാരെന്നുള്ളതിൻ്റെ എല്ലാവരും ഉത്സാഹമായിട്ട് എന്നോടൊന്ന് സഹകരിക്കണേ, എനിക്ക് മറുപടി വേണം. ഈ ജഡീകൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒത്തിരി സ്ഥലത്ത് ഞാൻ സന്ദർശിക്കുന്ന ആളാണ്, ഒരുപാട് സ്ഥലത്ത് പോകുന്നതാണ്.
അപ്പോൾ പല മൂപ്പന്മാരുൾപ്പെടെ ഉള്ളവർ പറയാറുണ്ട്, ബ്രദർ ഇതുകൊണ്ടില്ല ആളിനെ കണ്ടോ, പുള്ളി ഒരു ആത്മീയനല്ല കേട്ടോ, പുള്ളി ഒരു ജഡീകൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെ ഒരു അർത്ഥമാണ്. ഈ ജഡീകൻ എന്നുള്ളതിന് മറ്റൊരർത്ഥം ഉപയോഗിക്കുന്നത്. ഇവിടെ ജഡീകൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനുണ്ട്, കാർണൽ മാൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനുണ്ട്. എന്താ ഡെഫിനിഷൻ? എന്താ? ഒന്നാം വാക്യത്തിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ക്ലാസ് പോലെയാണ് നമ്മൾ പോകുന്നത്. എന്താ അത്? ജഡീകൻ എന്ന് പറഞ്ഞാൽ നിർവചനം. ജഡീകൻ എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തുവിൽ ശിശുക്കൾ. കുഞ്ഞെ, നമ്പർ 1 ജഡീകനാകുന്ന നീ എന്തിൽ തുടർന്നാൽ ആത്മീക ശൈശവത്വത്തിൽ തുടർന്നാൽ ആരായി മാറും? ജഡീകനാവും. എന്തുകൊണ്ടാണ് സ്ഥലം സഭയിൽ രക്ഷിക്കപ്പെട്ട പലരും ജഡീകരാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? എന്താ കാരണം? ആത്മീക ശൈശവത്വത്തിൽ അവർ തുടർന്നില്ല. ഇനി നോക്കാം, ഇവർ ഈ ആത്മീക ശൈശവത്വത്തിൽ തുടർന്ന് ജഡീകരാകാനുള്ള കാരണം 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, 2-ാം വാക്യം. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. കണ്ടോ? ഇവർക്ക് ഇപ്പോഴും ഇവർക്ക് അടുത്ത വാക്യം വായിച്ചവനെ, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. ഇപ്പോഴും എന്താ വേണ്ടത്? രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കാലമായി? എത്ര വർഷമായി? ഞാനിതൊക്കെ പറയുമ്പോൾ ഉദാഹരണ സഹിതം പറയണമല്ലോ. ചില സ്ഥലത്തൊക്കെ ദൈവദാസന്മാർ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ചില ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നില്ല, ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, ബ്രദർ ഇന്ന് എന്തോ പ്രസംഗിച്ചു, ഒന്നും മനസ്സിലായില്ല. എന്താ മനസ്സിലാകുന്നത്? എന്താ മനസ്സിലാകാഞ്ഞേ? ജഡീകൻ എന്നുള്ളത് ശരിയായ ആൻസറാണ്. പക്ഷേ എന്താ, കട്ടിയായതൊന്നും പുള്ളിക്ക് ദഹിക്കുകയാണ്. അതാ പ്രശ്നം. ഏതാ വേണ്ടി? പാലാ വേണ്ടിയത്. വർഷം ഒത്തിരിയായി. നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാതെ വർഷം ഒത്തിരിയായി. പക്ഷേ ഇപ്പോഴും എന്ത് വേണ്ട? കട്ടിയായ ആഹാരം വേണ്ട. വേണ്ടതെന്താ? ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവർ ക്ഷമിക്കണം. 103-ാം സങ്കീർത്തനം ഇല്ലായിരുന്നെങ്കിൽ ചിലർ ചുറ്റിപ്പോയനെ. ഇവിടെ നിന്നൊക്കെ ഗൾഫിലൊക്കെ ചെല്ലുന്ന സഹോദരന്മാരെ, ചെറുപ്പക്കാർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഞാനങ്ങനെ പറയാം. എൻ്റെ അപ്പുറത്ത് ചേർക്കേണ്ട ഒരു വാചകമുണ്ട്, പറയുന്നില്ല. സ്നാനപ്പെട്ടു, കർത്തൃമേശയെ പങ്കുകൊള്ളുന്നതാണ്. അവിടെ ജോലിക്ക് ചെന്ന ആദ്യത്തെ ഞായറാഴ്ച പ്രധാന സഭ അന്വേഷിച്ച് എന്ന് കണ്ടിട്ട് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഞാൻ ഇന്ന മാസം ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇന്ന സഭയിലെ കൂട്ടായ്മയിലായിരുന്നു, എനിക്കിവിടെ ഒരു ജോലി കിട്ടി, ഞാനിവിടെ വന്നിട്ടുണ്ട്. തുടർന്നുള്ള നാളുകളിൽ ഈ സഭയോടുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളിലൂടെ ഉണ്ടല്ലോ, അവരൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ചു. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇവനെ സന്തോഷിപ്പിച്ചതുമല്ല ദുഃഖിപ്പിച്ചതുമല്ല, സന്തോഷിപ്പിച്ച ഒരു വാക്യം കൊണ്ട് വായിച്ചുകൊണ്ട് ഇരുന്നു. 103-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ മനമേ, എല്ലാവരും ഒന്ന് പറഞ്ഞതേ, യഹോവയെ വാഴ്ത്ത്. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്ത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കുക. എന്നിട്ട് അവൻ ഒറ്റ ഇരിപ്പാണ്. ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ എഴുന്നേൽക്കുന്നത് എന്നാണെന്നറിയാം, അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ്. ഇത്രയും വർഷം ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടായ്മയുണ്ടായിരുന്നു, ഞാനിനി നാട്ടിലേക്ക്
മടങ്ങിപ്പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളാം. 103 സങ്കീർത്തനം 1 വാക്യം. ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല. എൻ്റെ കുഞ്ഞെ, നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതല്ല. നീ വളരണം. പാല് മാത്രം കുടിക്കുന്ന പരിപാടി നിർത്തണം. കട്ടിയുള്ള ആഹാരം കഴിക്കണം. ഇല്ലെങ്കിൽ പാല് മാത്രം കുടിച്ചുകൊണ്ട് ശൈശവത്വത്തിൽ ദീർഘകാലം തുടർന്നാൽ നീ നമ്പർ 1 ജഡീകനാകും. സഭയ്ക്ക് നിന്നെ താങ്ങാൻ പറ്റില്ല. ഇനി അടുത്ത വാചകം നോക്കിക്കട്ടെ മോനെ, 3 വാക്യം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ. കണ്ടോ, ഈ സഭയില് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ 4 വാക്യത്തിൽ പറയുന്നുണ്ട് ഭിന്നതയുടെ കാര്യമൊക്കെ. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, രക്ഷിക്കപ്പെട്ട ദൈവവേദലേ, ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നീ സ്ഥലം സഭയ്ക്കൊരു ഭാരമാകാതിരിക്കാൻ ഒരു ജഡീകനായി തീർന്നിട്ട് ഒരു പ്രാദേശിക സഭയ്ക്കൊരു തലവേദനയായി മാറാതിരിക്കാൻ ദൈവവചനം പാലായി കുടിക്കുക മാത്രമല്ല, പിന്നെ കട്ടിയുള്ള ആഹാരമായി ഇതിനെ ഭക്ഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ശൈശവത്വത്തിൽ നിന്ന് എങ്ങോട്ട് വളരുന്നത്? യുവത്വത്തിലേക്ക് വളരുന്നത്. അവർ ശക്തരാകും. എന്തുകൊണ്ട് ശക്തരാകും? ദൈവവചനം അവരുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്. ഞാൻ വളരെ വളരെ ഭാരത്തോടുകൂടെ പറയട്ടെ, ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന, പിണങ്ങരുത്, യാഥാർത്ഥ്യബോധത്തോട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം അവർക്ക് ദൈവവചനത്തോട് താല്പര്യമില്ല എന്നതാണ്. ഇന്നലത്തെ ഇതിനേക്കാൾ അവിടെ കൂടുതലുണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. നാളെ അറിയാം. ഇല്ല പറയാ, നാളെ അറിയാം. അപ്പം മുറിക്ക് പ്രാധാന്യമുണ്ട്, എന്തിന് പ്രാധാന്യമില്ല? വചന പഠനത്തിന് താല്പര്യമില്ല. തലമുറ നഷ്ടപ്പെട്ടു പോകും. കേട്ടോ? ഞാൻ അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആത്മീക ശൈശവത്വത്തിൽ തുടരരുത്. ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അത് കട്ടിയുള്ള ആഹാരമായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. അത് ആഹരിക്കണം. ഞാൻ ഒരു വിവാദ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ശിശുവിനെ പുരുഷനാക്കുന്നത് എന്താണ്? വേഗത്തിലൊന്ന് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൻ്റെ 8 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 13 അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് ഏറ്റവും വിവാദപരമായ ഒരു ഭാഗമാണ്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ നമുക്ക് ഈ ശിശു പുരുഷനുമുണ്ട്. ഞാൻ അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 11 വാക്യം നോക്കിക്കട്ടെ. 11ാമത്തെ വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു.
ശിശുവായിരുന്നു. ആ ശിശു ഇപ്പോൾ ആരായിട്ട് മാറി? പുരുഷനായി മാറി. എന്താ ഈ ശിശുവിനെ പുരുഷനാക്കിയത്? ശിശുവായിരുന്നപ്പോൾ സംസാരിച്ചു, ചിന്തിച്ചു, നിരൂപിച്ചു. ശിശുവിൻ്റെ സംസാരം, ശിശുവിൻ്റെ ചിന്ത, ശിശുവിൻ്റെ നിരൂപണം. ഈ ശിശു ക്രൈസ്തവ സഭയുടെ ആദ്യകാലത്തെ ശൈശവ ദശയെ കാണിക്കുകയാണ്. അന്ന് 3 വരങ്ങൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആ 3 വരങ്ങൾ ഇവർക്ക് സഹായകരമായിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ വരങ്ങളാ? 1 പ്രവചനവരം, 2 ഭാഷാവരം, 3 ജ്ഞാനവരം. കേട്ടോ, ഇതൊക്കെ നോക്കാതെ പറയാൻ കഴിയണം. പ്രവചനവരം, ഭാഷാവരം, പിന്നെ ജ്ഞാനവരം. ഈ ജ്ഞാനവരം ഉൾപ്പെടെയുള്ള 3 വരങ്ങളും എന്ത് ചെയ്യും? നീങ്ങിപ്പോകും. ഇത് ആർക്കുള്ള വരങ്ങളായിരുന്നു? ഈ 3 വരങ്ങൾ ആർക്കുള്ള വരങ്ങളായിരുന്നു? പലരും ഇതിങ്ങനെ പഠിക്കാറില്ല. ആർക്കുള്ള വരമാ ഇത്? ശിശുവിനുള്ളതാ. എപ്പോഴാണ് ഇത് മാറി പുരുഷത്വത്തിലേക്ക് വരുന്നത്? പൂർണ്ണമായത് വരുമ്പോൾ. പൂർണ്ണമായതാണ് ഈ ശിശുവിനെ ആരാക്കി മാറ്റുന്നത്? ആരാക്കി മാറ്റുന്നത്? പുരുഷനാക്കി മാറ്റുന്നത്. ഇതങ്ങ് ഭാവിയിലെ കർത്താവിന്റെ വരവല്ല. പിന്നെ ഈ ശിശുവിനെ പുരുഷനാക്കി മാറ്റുന്ന പൂർണ്ണമായതെന്ന് പറയുന്നത് എന്ത് തന്നെ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം എന്ത് ചെയ്യുക? ശിശുവിനെ പുരുഷനാക്കുകയാണ്. ഇവിടെ ശിശു, അംശമായത്, 3ാമത് കണ്ണാടി. ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 3ഉം ദൈവവചനത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശിശു, ആ ശിശുവിനെ പൂർണ്ണമായ ദൈവത്തിൻ്റെ വചനം. അന്ന് വചനം പൂർണ്ണമായോ? പൗലോസിന് എഴുതുമ്പോൾ വചനം പൂർണ്ണമായോ? കണ്ടോ, കട്ടികൂടി, ഒരല്പം കട്ടികൂടി സംഗതി പോയി. പൂർണ്ണമായോ? ഇല്ല. എന്നാ പൂർണ്ണമായത്? 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോഴാണ് ശൈശവദശയിൽ ഇരിക്കുന്ന വിശ്വാസിയാകട്ടെ സഭയാകട്ടെ എങ്ങോട്ട് വളർന്നത്? പുരുഷത്വത്തിലേക്ക് വളർന്നത്. ആ ജോലി ചെയ്തത് ആരാ? ദൈവത്തിൻ്റെ വചനമാണ് ആ ജോലി ചെയ്തത്. ഇവിടെ അംശമായതും പൂർണ്ണമായതും. അംശമായതായത് പ്രവചനവും ഭാഷാവരവും ജ്ഞാനവരവും. അതെന്താ? അംശമായതാണ്. ഈ അംശമായത് ആർക്കുള്ളതാണ്? ശിശുവിനുള്ളതാണ്. ഇത്തിരി ഉപദേശം കൂടെ നമ്മൾ ചിന്തിച്ചു പോവാം. ഈ അംശമായ 3 വരങ്ങൾ ആർക്കുള്ളതാണ്? ശിശുവിനുള്ളതാണ്. പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ ഈ അംശമായത് മാറിപ്പോകുകയും ശിശു ആരായി മാറുകയും ചെയ്യും. ആരായി മാറും? പുരുഷനായി മാറും. അതിനൊരു ദൃഷ്ടാന്തം, നല്ല ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. എന്താ? കണ്ണാടിയിൽ. നാം ഇപ്പോൾ കണ്ണാടിയിൽ, എല്ലാവരും പറഞ്ഞേ, മനസ്സിലായില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. നാം ഇപ്പോൾ കണ്ണാടി കടമൊഴിയായി കാണും. അപ്പോഴോ? എപ്പോൾ? പൂർണ്ണമായത് വരുമ്പോൾ എന്ത് ചെയ്യും? മുഖാമുഖമായി കാണും. ഇത് ചെല്ലു പറയുന്നത് ചെറിയാൻ സാർ എഴുതിയ പാട്ട് പോലെ, കാണും മുഖാമുഖം നാമിനി പ്രാണേശന്. യേശു ക്രിസ്തുവിനെ കാണുന്നതാണ് ഈ മുഖാമുഖം എന്നാണ്. ഞാൻ ലളിതമായി ചോദിക്കട്ടെ, എല്ലാവരുടെയും കൈ പുസ്തകം ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കേ. കണ്ണാടി നോക്കുന്നതാരാ? അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഇപ്പോൾ 12-ാം വാക്യം. ഇപ്പോൾ അങ്ങനല്ലേ? കണ്ണാടി നോക്കുന്ന ആരാ? നാമ. അപ്പൊ ഈ കണ്ണാടി നോക്കുന്നോണ്ട് കർത്താവിന്റെ, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കർത്താവിന്റെ മുഖമാണോ കാണുന്നത്? നമ്മുടെ മുഖമാണോ കാണുന്നത്? അറിവാണ് നമ്മുടെ. ഇത് ഞാൻ കർത്താവിനെ കാണുന്ന കാര്യമാണോ? ആണോ? അല്ല. ദൈവവചനം എന്ന കണ്ണാടിയുടെ മുമ്പിൽ ഒരു വിശ്വാസി അവളെ
വ്യക്തമായി കാണുന്ന കാര്യമായി പറയുന്നത്. പൗലോസിന് എഴുതുമ്പോൾ ആ കണ്ണാടിയുടെ ഒരു ഭാഗം ഇവരുടെ കയ്യിൽ, ആരുടെ കയ്യിലുണ്ട്? കൊരിന്ത്യരുടെ കയ്യിലുണ്ട്. ഒരു ഭാഗം ആരുടെ കയ്യില്ല? റോമാക്കാരുടെ കയ്യില്ല. വേറൊരു ഭാഗം ആരുടെ കയ്യില്ല? തെസ്സലോനിക്കർക്ക്. വേറൊരു ഭാഗം തീമോത്തിയോസിന്റെ കയ്യില. ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ സഭയില്ല. ഇതെല്ലാം കൂടെ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ചേർന്ന് വന്നപ്പോൾ കണ്ണാടി പൂർണ്ണമായി. ആ കണ്ണാടിയിൽ നോക്കുന്നവർക്ക് അവരെ എന്ത് ചെയ്യാം? മുഖാമുഖമായി കാണാൻ കഴിയും. നോക്കണം, ശിശുവിനെ പുരുഷത്വത്തിലേക്ക് നയിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. എത്ര കൃത്യമായ സത്യമാണിത്. നമുക്കിനിയും അല്പം കൂടെ മുന്നോട്ട് പോകാം. രണ്ടാമത്, ശിശുവിനെ പുരുഷനാക്കുന്ന ദൗത്യം. എബ്രായർക്കെതിരെ ലേഖനം, ഞാൻ മുമ്പ് പറഞ്ഞ വേദഭാഗമാണ്. 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിൽ ശിശുവിനെ പുരുഷനാക്കുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള 11 മുതലുള്ള വാക്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ പറയാൻ ആഗ്രഹമുണ്ട്, പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവർ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും ഒരർത്ഥമുണ്ട്. അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ കഴിയാത്തവരാണ്, അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് ലേഖനകാരൻ പറയുന്നത്. അടുത്ത് നോക്കുക, കാലം സംബന്ധിച്ച് നോക്കിയാൽ ആരായിരിക്കണം? ഉപദേഷ്ടാക്കന്മാർ. രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ഉത്തരം പറഞ്ഞല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാലം വെച്ച് നോക്കിയാൽ ഇപ്പോൾ ആരായിരിക്കണം? കാർമൽ ബ്രദർ അസംബ്ലിയുടെ ടീച്ചറായിരിക്കണം, ഉപദേഷ്ടാവായിരിക്കണം. എന്നാൽ സംഭവിച്ചെന്താണെന്ന് എനിക്ക്, പാല് കുടിക്കുന്ന പ്രായത്തിൽ ഇപ്പോഴും ആയിരിക്കുക. പ്രായമല്ല, പാല് കുടിക്കുന്ന അവസ്ഥയിൽ. പ്രായം ഒത്തിരിയായി, എന്നിട്ട് ഇപ്പോഴും വേണ്ടതെന്താ? പാല്. ലേഖനകാരൻ പറയുകയാണ്, അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ശിശു എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്, കണ്ടോ? 13-ാം വാക്യം, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം ഇല്ലാത്തവനത്രേ അവൻ. ഉണ്ടോ? ഈ ശിശു പുരുഷനാകണമെങ്കിൽ, യുവത്വത്തിലേക്ക് വരണമെങ്കിൽ, അടുത്ത കാര്യം നോക്കിയ 14-ാം വാക്യം, കട്ടിയായുള്ള സ്ഥലം സഭയിൽ വിളമ്പേണ്ടത് പാല് മാത്രമല്ല. അത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് കൊടുക്കാം? വചനമെന്ന മായമില്ലാത്ത പാല് കൊടുക്കാം. പക്ഷേ സഭയിൽ എന്ത് വേണം? എൻ്റെ പ്രിയമുള്ളവരെ, പിണങ്ങല്ലേ? പിണങ്ങിയാലും നാളെ ഉച്ച കഴിഞ്ഞ് ഞാനങ്ങ് പോകും. സഭയിൽ കട്ടിയായ ആഹാരം വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് നൽകണം. ഒരു വിട്ടുവീഴ്ചയും പാടില്ല, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഞാൻ ആവർത്തിക്കാരും പടങ്ങല്ലേ. ഇന്നത്തെ നമ്മുടെ സ്ഥലവും സഭകളിൽ ഈ സ്ഥിതിയൊക്കെ മാറി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗം വ്യക്തമാക്കുമ്പോൾ ഇത് കൂടുതലും മനസ്സിലാകും. ഇവിടെ കണ്ടോ, എബ്രായ ലേഖനത്തിലും ആരാ? ശിശു ആരായി മാറുക? പുരുഷത്വം. കട്ടിയുള്ള ആഹാരം കഴിച്ച് എങ്ങോട്ട് വരണം? പുരുഷത്വത്തിലേക്ക് വളരണം. ഇനി നമുക്ക് അല്പം കൂടെ മറ്റൊരു ഭാഗം, മൂന്നാമത്തെ ദൃഷ്ടാന്തം.
ഞാൻ 3 ഭാഗങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചത്. 1 കൊരിന്ത്യർ 13, 2 എബ്രായർ 5, 3 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക്. എല്ലാവരും എടുത്താണ് ദയവായിട്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ. അവിടെ ശിശു എന്ന വാക്കുണ്ടോ എന്ന് കേട്ടെ. ശിശു എന്നുള്ളതുണ്ടോ? 4:8 മുതൽ 16 വരെയാണ്. അവിടെ ശിശു എന്നുള്ള വാക്ക് കണ്ടോ? 14-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന കണ്ടോ? ശിശുക്കളായിരിക്കാതെ എന്ത് ചെയ്യണം? വളരണം. എങ്ങോട്ട് വളരണം? പുരുഷത്വത്തിലേക്ക് വളരണം. 12-ാം വാക്യം നോക്കിയേ. പുരുഷത്വം ഉണ്ടോ എന്ന് നോക്കിയേ. പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് നോക്ക്. കണ്ടോരാദ്യം എന്ന് പറഞ്ഞ് വായിച്ചത് തികഞ്ഞ പുരുഷത്വം. ഇത് ഒരു പ്രാദേശിക സഭയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ വായിച്ചാൽ ഇപ്പോഴാ നോക്കി കേട്ടോ. ഓക്കെ മോനെ, വെള്ളം തരുന്ന ആരാ? ഇവിടുത്തെ വെള്ളം തീർന്ന കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞു, ഞാൻ തെളിയിക്കാനൊന്നുമില്ല. ഇപ്പം ഇതൊക്കെ വലിയ വിവാദമാക്കിയിരിക്കുക. കുറേ വലിയ പണ്ഡിതന്മാരൊക്കെ വന്ന്, ഞാൻ കളിയാക്കുകയാണെന്ന് വിചാരിക്കരുത്, ഇതൊക്കെ വലിയ വിവാദങ്ങളാക്കി മാറ്റി. താങ്ക് യു. സാർവത്രിക സഭയെന്നും പ്രാദേശിക സഭയെന്ന് പറയുന്ന 2 സഭകളില്ല. എല്ലാം സാർവത്രിക, എനിക്കറിയത്തില്ല, എല്ലാം സാർവത്രിക സഭയാണ്. ഇപ്പോഴത്തെ പുതിയ ഉപദേശമാണ്. അത് വേറെ എങ്ങൊന്നുമല്ല കേട്ടോ. പ്രഥമകാടുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ചെല്ലെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ കാണുന്നത് ഒരു പ്രാദേശിക സഭ, എഫെസോസ് സഭ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സഭയാണ്. മക്കളെ, ഓക്കെ. ഒരു പ്രാദേശിക, കുറച്ച് കുഴപ്പമില്ല, എനിക്ക് ഇന്ന് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. അതല്പം കുറച്ചോ കുഴപ്പമില്ല. ഒരു പ്രാദേശിക സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന, പ്രാദേശിക സഭ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന 5 വരങ്ങൾ ഇല്ലേ? 5 വരങ്ങൾ. നോക്കിയേ, ഏതാ വരങ്ങൾ? ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്. 11-ാം വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പിന്നെ ചിലരെ പ്രവാചകന്മാർ. ഞാൻ ഈ 2 വരങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട്, എനിക്കുള്ള ഒരു കുഴപ്പം, രാജാനൊക്കെ ഉള്ളവർക്കൊന്നും ആ കുഴപ്പമില്ല. ഒരു ഈച്ച വിലങ്ങും പോയാൽ പിന്നെ എനിക്ക് വിഷയമാണ്. ഓക്കെ മോനെ, താങ്ക് യു. ചെയ്തോ. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ. അതൊരു വലിയ പഠനമാണ്, വലിയൊരു പഠനമാണ്. ചുമ്മാതെ പറയുകയല്ല, അതൊരു വലിയ പഠനമാണ്. ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും പ്രാദേശിക സഭയ്ക്ക് നൽകിയ വരങ്ങളാണ്. വരങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷണൽ ഗിഫ്റ്റ്സ് എന്ന് പറയും. പരിപാലകരായിട്ടുള്ള വരങ്ങളായത്. ഇത് വ്യക്തികളാണ്. ആ വ്യക്തികളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. എല്ലാവരും ബൈബിൾ കിഷ ഉത്തരം പറഞ്ഞ്, ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവം നൽകിയത് പ്രാദേശിക സഭയ്ക്ക് വേണ്ടിയാണോ? സത്യമാ, അവർ പ്രാദേശിക സഭകൾ ശുശ്രൂഷിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവർ പ്രാദേശിക സഭകൾക്ക് വേണ്ടി മാത്രമുള്ളവരല്ല. പിന്നെ സഭയുടെ, സാർവത്രിക സഭയുടെ അടിസ്ഥാന കല്ലുകളാണ്. അപ്പോൾ ഇവരെ ദൈവം നൽകിയത് സാർവത്രിക സഭയ്ക്കാണ്. എന്തായിരുന്നു ഇവരുടെ ശുശ്രൂഷ?
ദൈവിക വെളിപാടുകൾ അവർക്ക് ദൈവം കൊടുത്തു. ആ വെളിപാടുകൾ അവർ രേഖയാക്കി ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളും പിന്നെ ഇന്ന് ജീവിക്കുന്ന നമ്മുടെയും വിശ്വാസത്തിന്റെ പ്രമാണ രേഖ ആരുടെ എടുത്ത അപ്പോസ്തലന്മാരുടെയും പ്രവാചക. അപ്പൊ ഇവരെ ആർക്ക് നൽകിയതാ? സാർവത്രിക സഭയ്ക്ക് സ്വർഗത്തിലെ ദൈവം നൽകിയ ഗിഫ്റ്റ്സ് ആണ് ആര്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. മറന്നുപോകരുത്, ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ പറയണം. സാർവത്രിക സഭയ്ക്കുള്ള ഗിഫ്റ്റ്സാ. എന്നാൽ അടുത്തു പറയുന്ന 3 വരങ്ങളുണ്ടല്ലോ, അത് 3ഉം സാർവത്രിക സഭയ്ക്കുള്ളതല്ല, പിന്നെ പ്രാദേശിക സഭയ്ക്ക്. ഏതൊക്കെയാ ഗിഫ്റ്റ്? 1 സുവിശേഷകന്മാർ, 2 ഇടയന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ. ഞാൻ ഈ 3 വിഭാഗത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയണം, സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പം വിടുക. എന്തിനാ ഇവരെ പ്രാദേശിക സഭയ്ക്ക് നൽകിയിരിക്കുന്നത്? കാർമൽ അസംബ്ലി ആണെങ്കിൽ, നോർത്ത് അസംബ്ലി ആണെങ്കിലും, സൗത്ത് അസംബ്ലി ആണെങ്കിലും, കരിമ്പലാവ് അസംബ്ലി ആണെങ്കിലും, എടക്കര അസംബ്ലി ആണെങ്കിലും, ഏത് അസംബ്ലി ആണെങ്കിലും ഈ സഭയ്ക്ക് 3 വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ആരൊക്കെയാ? സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, പിന്നെ ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഇവരെ ഒരു സ്ഥലം സഭയ്ക്ക് നൽകിയിരിക്കുക. എന്തിനാ ഇവരെ നൽകിയെന്ന് കണ്ടോ? ഞാൻ 2 വാക്കുകൾ കൂടെ ഉദ്ധരിച്ചു. എന്തിനാ ഇവരെ നൽകിയെന്നറിയാമോ? എന്തിനാ നൽകിയത്? ശിശുക്കളെ ആരാക്കാൻ വേണ്ടിയാ? പുരുഷത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന അഡ്മിനിസ്ട്രേഷണൽ ഗിഫ്റ്റ്സ് ആണ് ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്റർ അഥവാ ഒരു ടീച്ചർ. ഇവരുടെ ജോലി എന്താണെന്നറിയാമോ? ഞാനിത് ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഞാനൊന്ന് ഐറ്റമൈസ് ചെയ്തൊന്ന് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ ശുശ്രൂഷ എന്നറിയാമോ? ആദ്യം നമുക്ക് 12-ാം വാക്യം നോക്കാം. എന്തൊക്കെയാണ്? 1 വിശ്വാസത്തിൻ്റെ ഐക്യം. വിശ്വാസം എന്താ? ഈ വിശ്വാസം രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസമാണോ ഈ പറഞ്ഞേ? അല്ല. പിന്നെ ഇവിടെ പറഞ്ഞ വിശ്വാസം ഏതാ? ഡോക്ട്രിൻസാ. വേദപുസ്തകത്തിലെ അഥവാ പുതിയ നിയമത്തിലെ ഉപദേശ സത്യത്തിൽ സഭയിലുള്ള വിശ്വാസികൾക്കെല്ലാം എന്താണ്? ഐക്യമുണ്ടാകണം. ഒരാഴ്ച എഴുന്നേറ്റ് ഒന്ന് പറയുക, ഞായറാഴ്ച ഒരാളൊന്ന് പറഞ്ഞു, പിന്നെ ബുധനാഴ്ചത്തെ മീറ്റിങ്ങിന് വേറൊരാൾ എഴുന്നേറ്റിട്ട് അതിന് നേരെ തീർന്നോ? സഭയുടെ ഐക്യം പോയോ? സ്ഥലം സഭയുടെ ഈ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ 3 ഗിഫ്റ്റ്സ്, ലോക്കൽ അസംബ്ലിക്ക് നൽകിയിരിക്കുന്ന ഈ 3 ഗിഫ്റ്റ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ശിശുക്കളെ ആരാക്കുക? പുരുഷത്വത്തിലേക്ക് നയിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഉപദേശത്തിൽ ഐക്യമുണ്ടായിരിക്കണം. 2 ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, ക്രിസ്റ്റോളജി. യേശുക്രിസ്തുവിന്റെ ആളത്വം സംബന്ധിച്ചും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആദ്യം തുടക്കത്തിൽ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ആളത്വം സംബന്ധിച്ചും, 2 യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി സംബന്ധിച്ചും, യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സ് ഉപദേശം സംബന്ധിച്ചും എന്ത് ചെയ്യരുത്? ഒരാൾ പറയുന്നതിനെതിരാകരുത് വേറൊരാള് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഐക്യം ഉണ്ടാകണം. 3 അവിടെ ഇരിക്കുന്ന നോക്കിക്കേ, തികഞ്ഞ പുരുഷത്വം, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എളിമയോടെ പറയട്ടെ, ഞാൻ ഒരുപാട് വർഷങ്ങളായി ശുശ്രൂഷ രംഗത്ത് നിൽക്കുക. ഒത്തിരി കണ്ട് മനസ്സും അടുത്ത് ഭാരപ്പെട്ടിട്ടുള്ള സന്ദർഭം. അടുത്തു എന്നുള്ള വാക്ക് നിങ്ങൾ ക്ഷമിക്കുക. വളരെയേറെ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ വചന ശുശ്രൂഷയുടെ ടീച്ചിങ്ങിൻ്റെ ഉപദേശം പറയുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഞാൻ എന്നെ മഹത്വപ്പെടുത്താനുള്ള ഒരു കാര്യമല്ല ഇത്. ഞാൻ ഇതൊക്കെ അറിയുന്നയാളാണ്,
എനിക്കിതൊക്കെ അറിയാമെന്ന് വരുത്താനല്ല. പിന്നെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? എൻ്റെ സ്ഥലം സഭയിലെ വിശ്വാസികൾ ആരായി മാറണം? പുരുഷത്വത്തിലേക്ക് വളരണം. അവര് ശക്തരായിട്ട് മാറണം. ഇനിയും അടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിക്കേ. എനിക്ക് വ്യാഖ്യാനിക്കാൻ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രയോഗമാണ് പൗലോസ് പിന്നെ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ്. രാജാന് ഒരു പക്ഷേ കഴിയുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിന് എത്ര പ്രായമുണ്ട്? സത്യം ഞാൻ പറയണം, വർഷങ്ങളായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് വരെ വിശ്വാസിയെ വളർത്തുക. ഈ ദൗത്യം ഇന്ന് ഏത് അസംബ്ലിയിൽ നടക്കുന്നുണ്ട്? ശബ്ദം കൂടിയ ക്ഷമിക്കണം കേട്ടോ. യേശുക്രിസ്തുവിന്റെ പ്രായത്തിന് ഒത്തവണ്ണം വിശ്വാസിയെ വളർത്തിയെടുക്കുക. മുട്ട നിന്നലെ പറ്റൂ. തിരുവഴുത്തിലെ വാക്ക് പറഞ്ഞാൽ വചനത്തിൽ അധ്വാനിച്ചേ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിനകത്തൊന്ന് ഇൻസ്റ്റൻ്റായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷ ഈ പരിപാടി നടക്കുകയില്ല. ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ്. അടുത്തത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, വചന ശുശ്രൂഷയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യഥാസ്ഥാനം. ഇന്നലെ ആഴ്ച എന്നെ പകല് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു. കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അത് ഞാൻ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഒരു സഹോദരി അങ്ങ് എഴുന്നേറ്റു. അപ്പം അദ്ദേഹം വിചാരിച്ചത്, അദ്ദേഹം പറഞ്ഞതിന് നേരെ എതിരായിട്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആ സഹോദരി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, ഈ ദേവദാസൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ ജീവിതത്തിൽ സംഭവം ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാനത് ക്രമീകരിച്ച ഒരു വ്യക്തിയാണ്. അമേരിക്കയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ്, ഡൽഹി വെച്ച് നടന്ന സംഭവം. ഞാൻ എൻ്റെ അനുഭവം ഒന്നല്ല പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തോന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തീർന്നില്ല. അപ്പോഴൊരു സഹോദരി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായിയപ്പൻ, അമ്മായിമ്മ, എൻ്റെ നാത്തൂൻ ഇവരോടൊക്കെ മിണ്ടിയിട്ട് നാളുകളായി. അങ്ങനെയാണ് ഞാൻ ഇന്ന് വന്ന് തിരുവത്താഴം എടുത്തത്. ഈ വചനം കേട്ടപ്പോൾ ഞാൻ പൊളഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണം, സഭ എന്നോട് ക്ഷമിക്കണം. ഇതാ സഹോദരി പറഞ്ഞങ്ങോട്ടിരുന്നപ്പോൾ ഈ സഹോദരിയുടെ നാത്തൂൻ എഴുന്നേറ്റു, അമ്മായിയെന്നെ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ കേൾക്കണോ, ഈ സഹോദരിയുടെ അമ്മായിപ്പൻ്റെ സുവിശേഷനാണ്, പ്രായമുള്ള സുവിശേഷനാണ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെ 4 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാ എല്ലാം കൂടെ എഴുന്നേൽക്കുകയാണ്, ഓരോന്ന് എഴുന്നേൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായൊരു സംഭവമായത് കൂട്ടക്കരച്ചിൽ. ആ ഹോളിൽ ഉയർന്നു. അന്ന് രാത്രി യോഗം ഉണ്ടായിരുന്നു, സുവിശേഷ യോഗം. ഞാൻ പറഞ്ഞു, ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നു, നമുക്ക് വൈകിട്ട് മീറ്റിംഗ് വേണ്ട, അപ്പോൾ പ്രാർത്ഥിച്ച് പിരിയാമെന്ന് പറഞ്ഞു. സൗരമാര് പറഞ്ഞു, അത് പറ്റിയല്ല, അനൗൺസ് ചെയ്ത മീറ്റിംഗ് നടന്നു. പ്രിയപ്പെട്ടവരെ, ഇതെവിടെ നടക്കേണ്ട കാര്യമാണ്? ഇതെവിടെ നടക്കേണ്ട കാര്യമാണ്? എന്താ മിണ്ടാത്ത? സഭയ്ക്കകത്ത് നടക്കേണ്ടതാ. ഇതെപ്പം നടക്കേണ്ടതാ? എപ്പം നടക്കേണ്ടതാ? വചന ശുശ്രൂഷയ്ക്ക് നടക്കേണ്ട കാര്യമായത്. സമയമായി കേട്ടോ. അടുത്ത ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക
വർധന, സഭയുടെ ആത്മീക വർധന. എൻ്റെ സഹോദര, നീ ഈ സഭയിൽ എഴുന്നേറ്റ് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മീക വർധന ഉണ്ടാവണം. ആരും തളരരുത്. ചിലർക്ക് ഉറക്കം വരണമെങ്കിൽ ഒരു കുത്തുവാക്യം വായിച്ചില്ലെങ്കിൽ അതിനുള്ള സ്ഥലമല്ലിത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് കേട്ടോ. ആത്മീയ വർധന മാത്രമായിരിക്കണം ലക്ഷ്യം. ഒടുവിലത്തെ കാര്യം എന്താ? ഉപദേശം. അതാണ് നമ്മൾ ആദ്യം വായിച്ചു. ഉപദേശത്തിൻ്റെ നാനാകാറ്റിനാൽ അലഞ്ഞുഴലുന്ന എന്ന് പറഞ്ഞാൽ ദുരുപദേശ ഖണ്ഡനം. ഇതെവിടെ നടക്കേണ്ടതാ? ഞാൻ നിർത്തിയേക്കാം കേട്ടോ, നിർത്തുക. ദുരുപദേശ ഖണ്ഡന എവിടെ നടക്കേണ്ടതാ? സ്ഥലം സഭയ്ക്കകത്ത് പഠിപ്പിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. പെന്തക്കോസ്ത് ഭാഷന്മാർ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു മനസ്സിലായവർക്കായ ദൈവത്തിന് സ്തോത്രം. ഇതാണ് സഭയിൽ നടക്കേണ്ടത്. ഇന്നെന്താ നടക്കുന്നത്? ഒരു സ്ഥലം സഭയുടെ ദയനീയ അവസ്ഥ ഞാൻ പറയട്ടെ. ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? പറഞ്ഞതാണ്, പ്രോത്സാഹിപ്പിക്കുക. എന്താ പിടികിട്ടിയോ? പ്രോത്സാഹിപ്പിക്കുക. ദൈവം എഴുന്നേൽപ്പിച്ചവൻ, ദൈവം വേർതിരിച്ചവൻ, ദൈവം ശുശ്രൂഷയ്ക്കാക്കിയവൻ കേട്ടോ, അവനാണ് എന്ത് ചെയ്യേണ്ടത്? ശുശ്രൂഷിക്കേണ്ടത്. ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു സുവിശേഷകനും അല്ല, പിന്നെ ഇടയനും അല്ല, പിന്നെ കൃത്യമായിട്ട് വചനം പഠിപ്പിക്കാൻ ദൈവം ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അസംബ്ലിയിൽ. അവർ വചനം ശുശ്രൂഷിക്കണം. ഇടയന്മാർ വചനം ശുശ്രൂഷിക്കണം. സുവിശേഷകന്മാർ വചനം ശുശ്രൂഷിക്കണം. തൽഫലമായി നടക്കുന്നത് എന്താന്ന് പറഞ്ഞേ? ശിശു ആരായിട്ട് മാറുക? പുരുഷനായി മാറുകയാണ്. ഞാൻ വ്യക്തമായി പറയാം, വചനം കൂടാതെ ശൈശവത്വത്തിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് വളരാൻ കഴിയില്ല. ഇന്ന് വീണ്ടും ജനിച്ച ദൈവമക്കളോട് ഞാൻ വളരെ എളിമയോട് പറയട്ടെ, വലിയ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും ഈ പുസ്തകത്തോട് നിങ്ങൾക്ക് താല്പര്യം, ഇത് നമ്മൾ ബുദ്ധി എന്ന് ഇഞ്ചക്ട് ചെയ്യുകയല്ല, പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. വീണ്ടും ജനിച്ചവരുടെ ഉള്ളിൽ വചനം കൂടാതെ അവർക്ക് സാധിക്കത്തില്ല. ഇന്ന് സംസാരിച്ച ആരാന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലത്തെ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരിടത്ത് ശാപ്പാട് കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റപ്പോൾ ആ വചനം ഉള്ളിൽ കിടക്കുക. എഴുന്നേറ്റപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് കർത്താവിനെ കാണണമെന്ന്. പ്രിയപ്പെട്ടവരെ, വചനത്തോടുള്ള താല്പര്യം, എനിക്കെൻ്റെ കർത്താവിനെ കാണണം, എനിക്കെൻ്റെ കർത്താവിനെ പോലെ ആകണം, കർത്താവിന് അനുരൂപമായി തീരണം. സമർപ്പിക്കാമോ? പ്രാർത്ഥിക്കാമോ? ദയവ് ചെയ്ത് ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ 1 മുൻവിധിയോടുകൂടെ ഇരിക്കരുത്, 2 മാർക്കിടാനിരിക്കരുത്. എന്നോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മൾക്ക് ദൈവസന്നിധിയിൽ തലവണക്കാം. സ്തോത്രം. 2 ദിവസം
ഒരു സ്ഥലം സഭയിൽ വിശ്വാസിയുടെ പങ്കാളിത്തം എന്നുള്ള വിഷയം സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിൻ്റെ എങ്ങും ഏതെങ്കിലും ഒരു ദിശയിൽ എത്തിച്ചേരാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ എനിക്ക് വ്യക്തമായി അറിയാം, ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാം, നമ്മളെ സമർപ്പിക്കാൻ, ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ. കർത്താവേ, അങ്ങയുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു ദൈവ പൈതലായി ആത്മീയമായി വളർന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശ്വാസ ജീവിതം, ഒരാത്മീക ജീവിതം നയിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇത് രക്ഷിക്കപ്പെടാത്തവർക്കുള്ള പ്രാർത്ഥനയല്ല, രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പം ചില മിനിറ്റുകൾ മുന്നോട്ട് പോയത് ക്ഷമിക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.